രാജ്യമാകെ പ്രതിഷേധാഗ്നിയിൽ കത്തുന്ന വിഷയത്തിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. ബംഗാളിലെ യുവ ഡോക്ടർ മാനഭംഗത്തിനിരയായി കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവത്തിലെ പ്രതിഷേധം കൊൽക്കത്തയിൽ അടക്കം സംഘർഷവും തുടരുകയാണ്. രാജ്യവ്യാപകമായി ഡോക്ടർമാർ ഇന്നും തെരുവിൽ പ്രതിഷേധിക്കും. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി പത്മ അവാർഡ് ജേതാക്കൾ. ബംഗാൾ ഗവർണർ CB ആനന്ദ് ബോസ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ആരോഗ്യമന്ത്രി JP നദ്ദ എന്നിവരെ കാണാൻ സമയം തേടി. വിഷയത്തിൽ സ്വമേധയാ ഇടപെട്ട സുപ്രീം കോടതി നാളെ കേസ് പരിഗണിക്കും. ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ഗൗതം, ഈ പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുമ്പോൾ പോലും ഈ ഇരയായ കുട്ടിയുടെ കുടുംബത്തിനെ പോലും വിശ്വാസത്തിലെടുക്കാനോ അതല്ലെങ്കിൽ നീതിയുക്തമായ അന്വേഷണം നടക്കും എന്നുള്ളൊരു ഉറപ്പ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം നൽകാനോ കഴിയുന്നില്ല ബംഗാൾ സർക്കാരിന്. അതിനോടൊപ്പം തന്നെയാണ് ഗവർണറുടെ സുപ്രധാനമായ നീക്കം. സർക്കാരിനെ പിരിച്ചുവിടണം എന്നുള്ള ആവശ്യം വളരെ വ്യാപകമാണ്. സമൂഹ മാധ്യമങ്ങളിൽ ആകെ ഡിസ്മിസ് മമത സർക്കാർ എന്നുള്ള ക്യാമ്പയിൻ തുടരുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ബംഗാൾ ഗവർണർക്ക് സമയം അനുവദിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു നീക്കം തന്നെയല്ലേ ഗവർണറുടെ മനസ്സ്? രാജ്യവ്യാപകമായ പ്രതിഷേധം ആരോഗ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. ഡൽഹിയിലും അതോടൊപ്പം തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ഒപ്പം ഈ PG ഡോക്ടർ യുവ ഡോക്ടർ കൊല്ലപ്പെട്ട കൊൽക്കത്തയിലുമെല്ലാം അതിശക്തമായ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഡൽഹിയിൽ ആരോഗ്യ ഭവനായ നിർമ്മാൺ ഭവന്റെ മുന്നിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രതിഷേധം തുടരുന്നത്. ആ പ്രതിഷേധക്കാർ ഇന്നിപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിർമ്മാൺ ഭവന്റെ മുന്നിൽ സൗജന്യ OPD നൽകും എന്നുള്ളതാണ്. അതായത് സമരം ഉടനെ അവസാനിപ്പിക്കില്ല, മറിച്ച് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സുരക്ഷ ഉറപ്പുവരുത്തണം. അത് സംബന്ധിച്ചുള്ള നിയമനിർമ്മാണം അല്ലെങ്കിൽ ഉറപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഒപ്പം എയർപോർട്ടിലൊക്കെ കാണുന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ആശുപത്രികൾക്ക് ഒരുക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം രാജ്യവ്യാപകമായി നടക്കുന്നത്. അതിനാൽ ഇന്നും ഡൽഹിയിൽ ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിലുള്ള പ്രതിഷേധം തുടരും എന്നാണ് എയിംസിലെ ഉൾപ്പെടെ ആരോഗ്യ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. സൗജന്യ OPD ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാകും ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി നിർമ്മാൺ ഭവന്റെ മുന്നിൽ ആരംഭിക്കുക. അതേസമയം കൊൽക്കത്തയിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം നിലനിൽക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുണ്ടായി. ഫുട്ബോൾ മത്സരം കാണാനെത്തിയ 2 ക്ലബ്ബുകളുടെ ആരാധകർ സംയുക്തമായി നിന്നുകൊണ്ട് മമതാ ബാനർജിക്കെതിരെ പ്രതിഷേധിച്ചു. ഒപ്പം ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ 2 ഫുട്ബോൾ ക്ലബ്ബുകളുടെയും ഫാൻസ് ഒരുമിച്ച് നിൽക്കുകയും അങ്ങനെ പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. ലാത്തി ചാർജിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ കൊൽക്കത്തയിൽ സംഘർഷഭരിതമായ അന്തരീക്ഷം. ഒപ്പം ഡൽഹി ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ആരോഗ്യ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. അതിനിടയിലാണ് പശ്ചിമ ബംഗാളിന്റെ ഗവർണർ CB ആനന്ദ് ബോസ്, കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ, അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരെ കാണുവാൻ സമയം തേടിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ സാഹചര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയെയും വിശദീകരിക്കുക എന്നതാണ് CB ആനന്ദ് ബോസ് ലക്ഷ്യമിടുന്നത്. എന്തായാലും സംഘർഷം കനക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്ത് നിന്നും ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതിനിടയിൽ ഈ ആരോഗ്യ മേഖലയിൽ നിന്നും പത്മ അവാർഡുകൾ നേടിയ, വർഷങ്ങളായി തന്നെ പത്മ അവാർഡുകൾ ആരോഗ്യ മേഖലയിലെ നിരവധി ഡോക്ടർമാർക്കും അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ തന്നെ സേവനമനുഷ്ഠിക്കുന്ന മറ്റാളുകൾക്കും ലഭിച്ചിട്ടുണ്ട്. അത്തരം പത്മ അവാർഡുകൾ ലഭിച്ച ഏതാണ്ട് 70-ലധികം പേർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്നലെ രാത്രിയിൽ ഒരു കത്തയച്ചിരുന്നു. അതായത് ആ കത്തിൽ ആവശ്യപ്പെടുന്നത് ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം, അത് സംബന്ധിച്ചുള്ള ഒരു നിയമനിർമ്മാണം നടത്തുവാൻ ഉടൻ തന്നെ സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് പത്മ ജേതാക്കൾ കത്തയച്ചിരിക്കുന്നത്. ഗൗതം, ഈ ഗവർണറുടെ നീക്കം എത്ര നിർണായകമാണ്? ഒരു സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനുള്ള നടപടി അത്ര പെട്ടെന്ന് സ്വീകരിക്കില്ല. ആവശ്യത്തിന്, അതായത് കോടതിക്ക് പോലും ബോധ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്തെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നുവെന്നും സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നും പകരം സംവിധാനം ഉണ്ടാക്കണമെന്നുമുള്ള കൃത്യമായ തെളിവുകൾ അല്ലെങ്കിൽ ആ സാഹചര്യം കോടതിയെ ഭാവിയിലെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടിവരും. നമ്മൾ പല സംഭവങ്ങൾ കണ്ടതാണ്. പിരിച്ചുവിട്ട സർക്കാരുകളെ റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള വിധികൾ ഉണ്ടായിട്ടുള്ളതാണ്. അതേസമയം തന്നെ ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഒരു റാലി നടത്തുകയാണ്. അതിന് നടപടിയെടുക്കുകയോ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കുകയോ ചെയ്യുന്നതിന് പകരം റാലി നടത്തി
അത് ആൾക്കാരെ കളിയാക്കുന്നത് പോലെ ആയിപ്പോയി ആ റാലിയൊക്കെ. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് അത്ര റാലി. ആർക്കെതിരെ എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് എന്തിനെതിരെ അല്ലെങ്കിൽ എന്ത് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇതിന് ഈ സുരക്ഷ ഒരുക്കേണ്ട സർക്കാരുകൾ തന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് നേരെ തന്നെ പ്രതിഷേധിക്കുന്നത് പോലെയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ. അതാണല്ലോ പറഞ്ഞത്. ആഭ്യന്തരമന്ത്രി മമതാ ബാനർജിക്കെതിരെ, ആഭ്യന്തരമന്ത്രി ആരോഗ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ മമതാ ബാനർജി റാലി നടത്തി എന്നുള്ള മറ്റിലായിരുന്നു വിമർശനം പോയത്. ഗൗതം, എത്രത്തോളമുണ്ട് ഈ സർക്കാരിനെ പിരിച്ചുവിടാനുള്ള സാധ്യത? അത്തരത്തിലുള്ള ചർച്ചകൾ ഡൽഹിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? പ്രതിപിള്ള, ശരിക്കും പശ്ചിമ ബംഗാൾ സർക്കാരിനെ പിരിച്ചുവിടേണ്ട സാഹചര്യം ഇതിന് മുൻപ് തന്നെ സംജാതമായി കഴിഞ്ഞതാണ്. അതായത് ഇത് ആദ്യത്തെ സംഭവമല്ല. തുടർച്ചയായി അവിടെ അക്രമങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാലത്ത് ഏറ്റവും അധികം തെരഞ്ഞെടുപ്പുകളിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ജമ്മു കശ്മീരും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും പോലും ശാന്തമായി കഴിഞ്ഞു. അവിടെയൊക്കെ തെരഞ്ഞെടുപ്പുകളൊക്കെ വളരെ ശാന്തമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബംഗാൾ മാത്രം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ ഒരു അപമാനമായിട്ട് നിൽക്കുകയാണ്. വ്യാപകമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം സ്ത്രീകൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ, സന്ദേശ് ഗാലിയൊക്കെ നമ്മൾ ആ ദ്വീപിൽ പോയി അവിടുത്തെ സാഹചര്യം എന്താണ് എന്ന് കേരളത്തിലെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സാധാരണക്കാരെ അടിച്ചമർത്തുന്ന പ്രവർത്തനങ്ങൾ, അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ പല പ്രാദേശിക നേതാക്കന്മാരും നമ്പർ 1 ക്രിമിനലുകളായി മാറി അവർ ഗ്രാമീണ മേഖലകളിൽ നടത്തുന്ന അതിക്രമങ്ങൾ. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ സർക്കാരിനെ പിരിച്ചുവിടേണ്ട സമയം ഇതിനകം തന്നെ കഴിഞ്ഞു എന്ന വിമർശനം സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിൽ ശക്തമാണ്. പക്ഷേ BJP മുന്നോട്ട് വെക്കുന്നൊരു നിലപാട് പലപ്പോഴും പ്രധാനമന്ത്രി തന്നെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. നമ്മൾ കോൺഗ്രസ്സുകാരല്ല, കാരണം കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുമ്പോൾ 100-ലധികം സർക്കാരുകളെ നമ്മുടെ രാജ്യത്ത് പിരിച്ചുവിട്ടിട്ടുണ്ട്. അത് ഈ കാണുന്നത് പോലെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലല്ല, മറിച്ച് രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിൽ. അതായത് കോൺഗ്രസിന് ഭരണം ലഭിച്ചില്ല എങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വേറെ ആരും ഭരിക്കേണ്ട, അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സർക്കാരുകളെ പിരിച്ചുവിടുക. അതിനാൽ BJP പലപ്പോഴും കോൺഗ്രസിന്റെ ആ ഒരു സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടുന്ന നടപടിയെ ശക്തമായി വിമർശിക്കുന്ന ഒരു പാർട്ടിയായിട്ട് BJP നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഈ കോൺഗ്രസിന്റെ കാലത്ത് സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ട കാര്യങ്ങൾ എപ്പോഴും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ബംഗാൾ സർക്കാരിനെതിരെ കടുത്ത നടപടി എടുക്കുവാൻ കേന്ദ്രം ഇപ്പോൾ തയ്യാറാകാത്തത്. കാരണം ജനാധിപത്യ രീതിയിൽ വന്ന ഒരു സർക്കാർ എന്ന നിലയിൽ അതവിടെ നിൽക്കട്ടെ എന്ന നിലയിൽ ചിന്തിക്കുന്നത് കൊണ്ട് മാത്രം മമതാ സർക്കാർ അവിടെ അധികാരത്തിൽ തുടരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യം വളരെ വളരെ രൂക്ഷമാവുകയാണ്. അതിനാലാണ് ഇപ്പോൾ CV ആനന്ദബോസ്, പശ്ചിമ ബംഗാളിന്റെ ഗവർണർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണാൻ പോകുന്നത്. അവിടുത്തെ സാഹചര്യങ്ങൾ ധരിപ്പിക്കുകയാണ്. മാത്രമല്ല കോടതിയുടെ ഭാഗത്ത് നിന്നും ബംഗാൾ സർക്കാരിന് കനത്ത തിരിച്ചടി കഴിഞ്ഞ കുറച്ച് നാളുകളായി വിവിധ വിഷയങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ ബംഗാളിലെ സംസ്ഥാന സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അഴിമതി വിഷയങ്ങളാണെങ്കിലും അവിടെ അധ്യാപകരെ നിയമിച്ച കേസുകളാണെങ്കിലും ഇതിലെല്ലാം സംസ്ഥാന സർക്കാരിനെതിരാണ് കോടതി വിധികളെല്ലാം. ഇപ്പോൾ ഈ യുവ ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിലും കോടതിയുടെ തീരുമാനങ്ങൾ മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. നേരത്തെ കൊൽക്കത്ത ഹൈക്കോടതി ഈ കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറുന്ന ഘട്ടത്തിലും സംസ്ഥാന സർക്കാരിന് വിമർശനമുണ്ടായിരുന്നു. കാരണം പശ്ചിമ ബംഗാൾ പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത് എന്ന വിമർശനം വിവിധ കോണുകളിൽ ശക്തമാകുമ്പോഴാണ് CBIക്ക് ഈ കേസ് കൊൽക്കത്ത ഹൈക്കോടതി തന്നെ കൈമാറുന്നത്. ഒപ്പം ഇന്നലെ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു ഇടപെടൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷനായ ബെഞ്ച് തന്നെ നടത്തിയിരിക്കുകയാണ്. നാളെ രാവിലെ 10:30 ഈ നിർണായകമായ കേസ് സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നു. അപ്പോൾ സംസ്ഥാനത്ത് കാര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും വഷളാകുന്നുവെന്ന കൃത്യമായ ധാരണ കേന്ദ്ര സർക്കാരിനുണ്ട്. രാജ്യത്തെ നീതിപീഠങ്ങൾ കൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മമതാ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ് ഈ ഉയരുന്ന വിമർശനങ്ങൾ എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ ബംഗാൾ സർക്കാരിനെ പിരിച്ചുവിടാതിരിക്കുന്നത്. കാരണം കോൺഗ്രസ് ഭരണകാലത്ത് നമ്മുടെ രാജ്യത്ത് 100-ലധികം സംസ്ഥാന സർക്കാരുകളെ കോൺഗ്രസ് പിരിച്ചുവിട്ടിരുന്നു. അത് ജനാധിപത്യ വിരുദ്ധമായ നയമാണ് എന്നാണ് BJP പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ആ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബംഗാളിൽ ഇങ്ങനെ ഒരു സർക്കാർ ഇപ്പോഴും തുടരുന്നത്. പ്രദീപ് പിള്ള.